grace of God, God through evangelist Shaji Joseph. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് വീണ്ടും ഈ മാധ്യമത്തിലൂടെ നിങ്ങളായിരിക്കുന്ന ഭവനത്തിലേക്ക് കടന്നു വരുന്ന സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നൊരു പ്രത്യേക വിഷയം, ആത്മലോകവും ആത്മീയ വളർച്ചയും എന്ന പ്രത്യേക വിഷയമാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിനായി രണ്ട് വിശിഷ്ട അതിഥികൾ ഇന്ന് സ്റ്റുഡിയോയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് ഇന്ന് നമ്മളോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവാഞ്ചലിസ്റ്റ് വക്കി നമ്മോട് കൂടെയുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രിയ വർക്കെങ്കിലിനെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെയധികം തിരസ്കരിക്കപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആത്മലോകവും ആത്മീയ വളർച്ചയും, ചോദ്യവും ഉത്തരവും. ഈ ഡിസ്കഷൻ ഈ അടുത്തിറങ്ങിയ ആത്മലോകവും ആത്മീയ വളർച്ചയും എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ദൈവമക്കൾക്ക് ഇത് വളരെ പ്രയോജനകരമായി തീരുമെന്ന് കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ത്? ആത്മീയ വളർച്ച ആവശ്യമാണോ? അതിനുവേണ്ടി സമയം കളയണമോ? രക്ഷിക്കപ്പെട്ട് ഒന്ന് ആരാധിച്ച് ഞായറാഴ്ച ഒരല്പം വചനം കേട്ട് പോയാൽ പോരെ, ഇതിൻ്റെ അപ്പുറം നമുക്ക് വല്ലത് ആവശ്യമുണ്ടോ എന്നുള്ള പല പല ചോദ്യങ്ങളും പലരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉദിക്കുമ്പോൾ അതിനെല്ലാം തിരുവചനത്തിൽ നിന്ന് ദൈവം എന്താഗ്രഹിക്കുന്നു എന്നുള്ള ഉത്തരം സ്വർഗത്തിലെ ദൈവം ഇന്ന് നമുക്ക് തരുവാനിടയാകട്ടെ. കർത്താവിൻ്റെ ദാസനെ ഈ വിഷയവുമായുള്ള ബന്ധത്തിൽ, ആത്മലോകവും ആത്മീയ വളർച്ചയും എന്ന ആ വിഷയവുമായി ഉള്ള ബന്ധത്തിൽ ഈ അടുത്ത നാളുകളിൽ സ്വർഗത്തിലെ ദൈവം അധികം നാളായില്ല, ഏകദേശം ഒരു 6 മാസം മുമ്പ് സ്വർഗത്തിലെ ദൈവം ഇത് ഇറക്കുവാനായിട്ട് ഇടയായി. കൃപയാൽ നല്ലൊരു റെസ്പോൺസ് ദൈവജനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കപ്പെടുവാനിടയായി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പല ചോദ്യങ്ങളും ജനത്തിനുണ്ട്. ഈ പുസ്തകം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിലെ സന്ദേശം ഏത് രീതിയിലാണ് നിങ്ങളിത് സ്വാധീനിക്കുവാനിടയായത്? എന്താണ് ജനത്തോട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച എന്തെല്ലാം ചോദ്യങ്ങളാണ് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയങ്ങളായിട്ട് ഉദിച്ചത്? ഇതെല്ലാം ചോദിക്കാനുള്ളൊരു അവസരമാണ് ഇപ്പോഴുള്ളത്. ഈ ആത്മലോകവും ആത്മീയ വളർച്ചയും എന്നുള്ളതായ ഗ്രന്ഥം ഈ വിധത്തിൽ രചിക്കാനുണ്ടായതായ ആത്മീയ പ്രചോദനം എന്താണ്? ആദ്യമേ തന്നെ ഇതൊരു പുസ്തകമായിട്ടല്ല ഇത് കടന്നു വന്നത്. ഇത് പല സ്ഥലങ്ങളിലായി പ്രസംഗിച്ച ദൈവവചന ഭാഗം DVD-യിലാക്കി ആ DVD പലരും കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇതേ സന്ദേശം മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ പ്രസംഗിക്കുകയുണ്ടായി. പാസ്റ്റർ പോൾ മലയേടി അദ്ദേഹം നടത്തിയ ഒരു ശുശ്രൂഷയിലാണ് ഇത് പ്രസംഗിച്ചത്. അപ്പോൾ അവിടെയുള്ള ദൈവദാസന്മാർ ഇത് നിർബന്ധമായും ഇതൊരു പുസ്തകമാക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും, എന്നാൽ എൻ്റെ ബിസിനസ്സും അതോടൊപ്പം തന്നെ ആത്മീയ വേലയും പല കാര്യങ്ങളും എനിക്ക് ചെയ്യാനുള്ളത്, ഒരു പുസ്തകം എഴുതുവാൻ തക്കവണ്ണം എന്തെങ്കിലും എന്നിലുണ്ട് എന്നും എനിക്ക് അറിവില്ലാത്തതിനാലും ഞാൻ അവരോട് പറഞ്ഞു എനിക്കത് എഴുതാനുള്ള സമയമില്ല. അപ്പോൾ
ആ കൂട്ടത്തിൽ തന്നെ ഒരു ദൈവദാസൻ പാസ്റ്റർ സിജി ഈ 10 DVD സന്ദേശം അദ്ദേഹം കേട്ട് അദ്ദേഹം തന്നെ പുസ്തകത്താളുകളിലേക്ക് പകർത്തി എൻ്റെ അടുക്കൽ കറക്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. തുടർന്ന് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുവാനിടയായി. അതിൻ്റെ ഫൈനൽ രൂപമാണ് നമ്മളുടെ കയ്യിൽ ഈ പുസ്തകമായിട്ട് കടന്നു വന്നത്. പക്ഷെ എനിക്ക് ഇതിനെ കൂടുതൽ പ്രചോദനവുമായ 1-2 സംഭവങ്ങൾ, വിശ്വാസികൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അവർ വീണ്ടും ജനിച്ചിട്ടും അവർ വെറും വിശ്വാസികളായി മുന്നോട്ടേക്ക് പോകുന്നൊരവസ്ഥ പലപ്പോഴും കാണുകയുണ്ടായി. അവരുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വരാതെ അവർ ദൈവത്തെ ആരാധിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും അവർ ദൈവവചനം കേൾക്കുന്നു, തിരിച്ചു വരുന്നു, അവർ പഴയ രീതിയിൽ ജീവിക്കുന്നു. ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ അത് വിശ്വാസികളും അങ്ങനെ തന്നെ ദൈവദാസന്മാരും അതുപോലെ തന്നെ കണ്ടപ്പോൾ വളരെ സങ്കടമായി. അപ്പോൾ ഈ സന്ദേശം ഒരു പുസ്തക രൂപത്തിലേക്ക് വരുവാൻ അതൊരു പ്രചോദനമായിരുന്നു. അതിനിടയായ ഒരു 2 സംഭവം ഞാൻ പറയാം. ഒരിക്കലും ഒരു ആത്മീയ സ്ഥാപനത്തിൽ ഒരു ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്ന 2 സ്ത്രീകൾ തമ്മിൽ ഒരു സംഭാഷണം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനിടയായി. ഒരു സ്ത്രീ ധാരാളം നാളുകളായി വീണ്ടും ജനിക്കപ്പെട്ടു, ഒരു സഭയിൽ ആരാധിക്കുകയും വചനം കേൾക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു സ്ത്രീ. എന്നാൽ മറ്റൊരു സ്ത്രീ പുതിയതായി വീണ്ടും ജനിച്ച് വന്നിട്ടേ ഉള്ളൂ. ഇവർ 2 പേരും ജോലി ചെയ്യുന്ന ഒരു ക്യാൻറ്റീനിൽ തന്നെ. പക്ഷെ ഇവർ തമ്മിലുള്ള സംഭാഷണം കടന്നു വന്നപ്പോൾ ഏതോ ഒരു കാര്യത്തിന് ഇവർ തമ്മിൽ സംസാരത്തിൽ ചെറിയ ഇടച്ചിലുണ്ടായി. ഈ വീണ്ടും ജനിക്കപ്പെട്ടതിന് ശേഷം വർഷങ്ങളായി ആരാധിച്ചു വചനം കേൾക്കുന്ന ഈ സഹോദരി പുതിയതായി വീണ്ടും ജനിച്ച ഈ സഹോദരിയോട് പറയുകയാണ്, നിനക്ക് എൻ്റെ സ്വഭാവം അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. ഇന്നലെ ഞാൻ ഈ പരിപാടി തുടങ്ങിയതല്ല, ഞാൻ വർഷങ്ങളായി ഈ പരിപാടി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് ഈ പുതിയതായി വന്ന സഹോദരിയെ ശാസിച്ച് ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവർ ഇത്രയും വർഷങ്ങൾ ഈ ദൈവവചനം കേട്ടിട്ട് ഇവർക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയുന്നില്ലേ? എന്തിനാണ് പുതിയതായി വന്ന ഇവർക്ക് ദുർമാതൃകയായിത്തീരുന്നത്? തുടർന്ന് ഞാൻ ആ സഹോദരിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ സഹോദരി പോകുന്നത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ചർച്ചിലല്ല, പകരം രക്ഷിക്കപ്പെടുക, പിന്നെ ദൈവത്തെ ആരാധിക്കുക, അത്ഭുതം കേൾക്കുക. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും അവിടെ പറയുന്നില്ല. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെന്നോ അകത്തെ മനുഷ്യൻ വളരണമെന്നോ ഉള്ള യാതൊരു കാര്യവും അവിടെ ഇല്ല എന്നെനിക്ക് മനസ്സിലായി. ഇത് ഒരു ചർച്ചിൻ്റെ കാര്യമല്ല, ധാരാളം ചർച്ചുകൾ ഇതുപോലെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇതോടൊപ്പം തന്നെ ഒരു ദൈവദാസൻ, ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. ഒരു പട്ടണത്തിൽ ഒരു സഭയെ ചില കാലങ്ങളിൽ നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ അനുവദിച്ചു. ഞാൻ അവിടെ കടന്നു ചെന്നു. ആ ദേശത്ത് ആ സഭയെ പരിപാലിക്കുമ്പോൾ എന്നെ കർത്താവ് അയക്കുന്ന അനേകം മേഖലകളിലേക്ക് ഞാൻ കർത്താവിൻ്റെ വചനവുമായി കടന്നു പോകും. അപ്പോൾ ആ സഭയിലെ ജനത്തോട് ആ നാട്ടിലുള്ള ദൈവദാസന്മാർ ഇടപെടുന്നത് പോലെ ഇടപെടാൻ എനിക്ക് കഴിയാതെയായിരുന്നു. ഈ സമയത്ത് അവിടെയുള്ള ഒരു ദൈവദാസൻ അബ്ശാലോം ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കടന്നു വന്നു. അബ്ശാലോം ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദാവീദ് രാജ്യം ഭരിക്കുകയാണ്. ഈ ദാവീദ് രാജ്യം ഭരിക്കുമ്പോൾ തൻ്റെ മകനെ അബ്ശാലോം ആ രാജ്യത്തിൻ്റെ എൻട്രൻസിൽ കടന്നു ചെന്ന് ദാവീദിനെ കാണുവാൻ കടന്നു വന്നവരെ വിശുദ്ധ ചുംബനം ചെയ്യുകയും താൻ അവരെ വളരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അഭിനയിക്കുകയും ചെയ്തുകൊണ്ട് ഈ ജനത്തിൻ്റെ ഹൃദയം കൈവശമാണ്. അങ്ങനെ ഞാനവിടെ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഈ ദൈവദാസൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കർത്താവിൻ്റെ ആടുകളുടെ അടുക്കൽ കടന്നു വരും. എന്നിട്ട് ഇവരെ വളരെ സ്നേഹം കാണിക്കും. എന്നിട്ട് ഇവരെ അടർത്തുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു കുടുംബത്തെ അടർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ കണ്ടു ഒരു കുടുംബത്തെ അടർത്തിക്കൊണ്ട് പോയിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ വചനപ്രകാരം കർത്താവ് ഇങ്ങനെ എന്നെ പഠിപ്പിക്കുകയുണ്ടായി, നിനക്ക് സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരൻ മാത്രമുള്ളപ്പോൾ നീ ചെന്ന കാര്യം അവതരിപ്പിക്കുക. അപ്പോൾ ഈ വചനം നിവർത്തിക്കുവാൻ ആ ദൈവദാസൻ്റെ അടുക്കൽ ഞാൻ കടന്നു ചെന്നു. പ്രാർത്ഥനയോടെ കടന്നു ചെന്നിട്ടു ദൈവദാസനോട് സ്നേഹത്തിൽ സംസാരിക്കുകയും സൗമ്യത്തിൽ സംസാരിക്കുകയും ചെയ്ത ദൈവദാസനോട് ഇങ്ങനെ പറഞ്ഞു, ദൈവദാസ, ദൈവവചനം മത്തായി 1 പത്രോസ് 5-ാം അധ്യായം അതിൽ താഴേക്കുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്.
സ്വന്തം വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാൻ. അന്യൻ്റെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ അല്ല മേയ്ക്കേണ്ടത്. അദ്ദേഹം ഉടനെ എന്നോട് പറയുകയാണ്, നിങ്ങൾ ഈ പരിപാടി തുടങ്ങിയത് ഇന്നലെയാണ്. ഞാൻ ഇന്നലെയൊന്നുമല്ല ഈ പരിപാടി തുടങ്ങിയത്. ഞാൻ എനിക്കുള്ളതെല്ലാം വിറ്റിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇനിയും അവിടെ ദൈവത്തോട് സംസാരിച്ചതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്ന്. കാരണം ദൈവദാസന്മാർക്ക് പോലും അകത്തൊരു മാറ്റമില്ല. കാലം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഞാൻ അദ്ദേഹത്തോട് വഴക്കിടാനോ ഒന്നിനും കടന്നുപോയില്ല. ആ സഹോദരന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവസന്നിധിയിൽ. ആ ദൈവദാസന് വേണ്ടിയും ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം പറയുന്നതിൻ്റെ കാരണം, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചുവെങ്കിലും നമ്മൾ ഇന്നും കണ്ണ് തുറക്കാത്ത ശിശുക്കളാണ്. കണ്ണ് തുറന്നിട്ടില്ല. ഇന്നും നമ്മൾ ലോകത്തിലാണ് കണ്ണ് തുറന്നിരിക്കുന്നത്. ഇങ്ങനെ ഉള്ള ഒരു ആത്മീയ ലോകമല്ല ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം പറയുമ്പോൾ, ആ ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന രംഗം ഇതാണ്: ഇനിയും നിങ്ങൾ ശിശുക്കളായിരിക്കാതെ എന്നെന്നും സ്നാനവും എന്നെന്നും രക്ഷയും എന്നെന്നും മാനസാന്തരവും എന്നെന്നും ന്യായവിധിയും, ഇങ്ങനെ ബാലപാഠങ്ങൾ, അടിസ്ഥാനങ്ങൾ മാത്രം ഇടാതെ ആ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ദൈവവചനം ദൈവമക്കളോട് ആഹ്വാനം ചെയ്യുകയാണ്. ആ ഭാഗം ഞാനൊന്ന് വായിക്കട്ടെ. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി, ഇന്ന് എവിടെ നോക്കിയാലും മാക്സിമം വരുന്ന ഈ ലെവലിലുള്ള സന്ദേശം. അതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും പറയാനില്ല. ഇവിടെ ദൈവവചനം പറയുകയാണ്, എന്നിങ്ങനെയുള്ള അടിസ്ഥാനം, അപ്പോൾ ഇതെല്ലാം അടിസ്ഥാനമാണ്. എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. അതിൻ്റെ അർത്ഥം അടിസ്ഥാനം ഒരു പ്രാവശ്യം ഇട്ടാൽ മതി, ഇത് വീണ്ടും വീണ്ടും ഇടേണ്ട ആവശ്യമില്ല. അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിടണം. ഇത് അടിസ്ഥാനമാണ്. ഇത് ഒരു പ്രാവശ്യം മതി. ഒരു പ്രാവശ്യം ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ മതി. അത് രക്ഷിക്കപ്പെടുന്ന ശേഷം ആ വ്യക്തി ചർച്ചിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞു. ചർച്ചിൻ്റെ ഉള്ളിൽ ഇനി വീണ്ടും രക്ഷിക്കപ്പെടണ്ട. പകരം അവൻ ക്രിസ്തു ആകുന്ന തലയോളം വളരുകയാണ് വേണ്ടത്. അതിനുള്ള ശുശ്രൂഷയാണ് ആ വ്യക്തിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ പറയുകയാണ്, ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പറയുകയാണ്, നിങ്ങൾ ഇനി ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുലയുന്ന ശിശുക്കളാകാതെ. അപ്പോൾ ഇന്ന് ലോകത്തിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ അലഞ്ഞുലയരുത്.